മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ പാർട്ടികൾ പേടിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അവകാശങ്ങളിൽ കൈകടത്താൻ കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും എന്ത് അവകാശം? ഭരണപരമായ ചുമതലകളിൽ നിന്നും മാറി കുടുംബത്തോടൊപ്പം കുറച്ചു ദിവസം ഉല്ലാസയാത്രയ്ക്ക് പോയതാണോ ഇത്രയും വലിയ തെറ്റ്? അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലോക സഞ്ചാരം എന്തേ വിമർശിക്കപ്പെടാത്തത്? കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായിരുന്ന രാഹുൽ ഗാന്ധി ഇലക്ഷന് തോറ്റ ശേഷം നടത്തിയ യാത്രകൾ ദുരൂഹമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പരാതിയില്ലാത്ത KPCC പ്രസിഡന്റ് എന്തിനാണ് പിണറായി വിജയനെ പഴിചാരുന്നത്? KPCC പ്രസിഡന്റ് K സുധാകരൻ സമീപകാലത്ത് നടത്തിയ വിദേശ യാത്രകൾ എങ്ങനെയുള്ളതായിരുന്നു? ആരായിരുന്നു K സുധാകരന്റെ യാത്രയുടെ സ്പോൺസർ? കണ്ണൂരിൽ MP ആയ സുധാകരൻ എന്തിനാണ് അവിടുത്തെ ജനങ്ങളെ മറന്നു യാത്ര പോയത്? കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വില കുറഞ്ഞ ആരോപണം കോൺഗ്രസും BJP-യും ഉന്നയിക്കരുത്. വിദേശത്ത് ഉല്ലാസയാത്രയ്ക്കാണ് അദ്ദേഹം പോയത്, അല്ലാതെ മറ്റു പലരും പോകുന്നത് പോലെ സുഖ ചികിത്സയ്ക്കല്ല. അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവാദം നേടി തന്നെയാണല്ലോ പോയത്, അതും സ്വന്തം പണം മുടക്കി. മുഖ്യമന്ത്രിക്ക് ശമ്പളവും ഭാര്യയ്ക്ക് പെൻഷനും മക്കൾക്ക് ജോലിയും ഉള്ളപ്പോൾ ഇതിന്റെ ചെലവ് അവർക്ക് താങ്ങാൻ പറ്റുന്നതാണെന്ന് ഏതു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്നതാണ്. പിന്നെ ആരെയാണ് നിങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? കേരളം ദുരിതക്കയത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്നാണ് സുധാകരന്റെ ആരോപണം. പിണറായി വിജയന് മാത്രമേ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കാനാകൂ. ഈ മനുഷ്യന്റെ തലയ്ക്കകത്ത് വെളിവില്ലേ? ഇവിടെ ഒരു അത്യാവശ്യ സംഭവം ഉണ്ടായാൽ ആര് പ്രതികരിക്കും? ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോയ പോലെയാണ് പോകുന്നത് എന്നൊക്കെയാണ് സുധാകരന്റെ ആരോപണങ്ങൾ. അല്ല സാറേ, ആദ്യമായിട്ടാണോ ഒരു ഭരണാധികാരി വിദേശ യാത്ര നടത്തുന്നത്? പഴയ ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രിമാരും MLA-മാരും നടത്തിയ വിദേശ യാത്രകളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കരുതോ? താങ്കൾ തന്നെ വിദേശത്ത് പോയി ലിമോസിൻ കാറിൽ ഷെർലക് ഹോംസിനെ പോലെ ചുറ്റി നടക്കുന്നത് ലോകം മുഴുവൻ കണ്ടതല്ലേ? ലോകം മുഴുവൻ ചാർട്ടേഡ് വിമാനത്തിൽ ചുറ്റിക്കയറി നടന്ന പ്രധാനമന്ത്രിയെ താങ്കൾ കണ്ടില്ലേ? താങ്കളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് താങ്കൾ എന്തേ കാണുന്നില്ല? ലോകം വിരൽത്തുമ്പിൽ ചുറ്റുന്ന ആധുനിക ലോകത്ത് അത്യാവശ്യ ഭരണ ചുമതലകൾ ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിർവഹിക്കാമെന്നത് താങ്കൾക്കറിയില്ലേ? പാർലമെന്റിൽ പോയി ഉണ്ടുറങ്ങുന്ന താങ്കൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാണല്ലേ? വിദേശയാത്രയ്ക്ക് പോയത് മുഖ്യമന്ത്രി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും ഭരണ സംവിധാനങ്ങളും ഭദ്രമായി ഇവിടെ തന്നെയുണ്ടെന്ന് താങ്കൾ എന്തേ മറന്നുപോയി?